Good morning to all. With immense respect and heartfelt joy, I, Zinat Munir, extend a warm welcome to this meaningful online gathering division. നമ്മുടെ സ്ഥിരം പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള മനോലിൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുക്കുമ്പോൾ അപരൻ്റെ അഭിമാനത്തിന് മുറിവേൽപ്പിക്കാത്തവരും കാരുണ്യത്തിൻ്റെ തണൽ വിരിക്കുന്നവരുമാണ് ഉത്തമരായ മനുഷ്യർ. സ്നേഹവും പരസ്പര ബഹുമാനവും പൂത്തുലയുന്ന വെറുപ്പിൻ്റെ മുള്ളുകളില്ലാത്ത ഒരു സമൂഹത്തിനായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. വാക്കുകളിലല്ല, പ്രവൃത്തികളിലാണ് നന്മയുടെ സുഗന്ധം പടരേണ്ടത്. വരും തലമുറയ്ക്ക് നാം പകർന്നു നൽകേണ്ടത് വെറും ഉപദേശങ്ങളല്ല, മറിച്ച് അനുകരണീയമായ ഉത്തമ സ്വഭാവത്തിൻ്റെ മാതൃകകളാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി സമൂഹത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി, സ്ത്രീ ശാക്തീകരണത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നേതാവ്, നീതിയും സമത്വവും കാത്തു സൂക്ഷിക്കുന്ന ഒരു അഭിഭാഷക. ഈ എല്ലാ നിലപാടുകൾക്കും അപ്പുറം കാലത്തിൻ്റെ നാടി തിരിച്ചറിയുന്ന മനുഷ്യ സ്നേഹത്തോടെ സമൂഹത്തെ കാണുന്ന ഹൃദയത്തിൻ്റെ ഉടമ. അതെ, വെൽക്കം ടു യു, അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ. I would also like to extend my sincere welcome to our respected program director, Mrs. Nusia Shaukat, whose vision, guidance, and constant support makes such meaningful platforms possible. Thank you for your leadership and encouragement. ഇന്നിവിടെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട പങ്കാളികൾക്കും, നിങ്ങളാണ് ഈ പരിപാടിയുടെ ജീവൻ. നിങ്ങളുടെ ആ എന്തൂസിയാസ്റ്റിക് മെൻറ്റാലിറ്റിയും പങ്കാളിത്തവുമാണ് ഈ അരമണിക്കൂർ നിമിഷങ്ങളെ അർത്ഥവത്താക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് കേൾക്കുന്ന ഓരോ വാക്കും ഒരു ചിന്തയായി മാറട്ടെ, ഓരോ ചിന്തയും ഒരു മാറ്റത്തിൻ്റെ വിത്താകട്ടെ. ഈ പ്രതീക്ഷയോടെ, സ്നേഹത്തോടെയും ആദരവോടെയും ഇന്നത്തെ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു നജ്മ മാം. ഹലോ, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഇങ്ങനൊരു കമ്മ്യൂണിറ്റി, ഡി വിഷൻ എന്ന് പറയുന്ന എക്സാക്ട്ലി ഒരു കമ്മ്യൂണിറ്റി നിലവിലുണ്ട് എന്ന് ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. ഞാൻ വളരെ വൈകിയായിട്ട് അറിയുന്നത്. പക്ഷെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തോട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി ഫെമിന ആണ് എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. ഫെമി ഇന്നലെ എന്നെ വിളിച്ചപ്പോ മുതൽ നല്ല ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടാവും തോന്നുന്നു. എല്ലാവരും ഉണ്ടാകുന്ന പോലെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാൻ വരുമ്പം എനിക്കെന്തോ അവരെ ഫോണൊന്നും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചില പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ എന്നാലും ഇപ്പൊ ഇവിടെ എത്തുന്ന ഒരു മൊമെന്റില് ഞാനിങ്ങനെ ആലോചിക്കുക, ഈ രാവിലെ നട്ടപ്പുലർച്ചക്ക് 6 മണിക്ക് 6:30 എത്രോരം മനുഷ്യന്മാരെന്നെ കേൾക്കാനിരിക്കുന്നു എന്നുള്ളത്. അത് ആലോചിക്കുമ്പോ പറഞ്ഞ പോലെ ചെറിയൊരു ടെൻഷനും തോന്നുന്നു. ഈ സമയത്ത് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, എന്തൊരു ഭംഗിയോടുകൂടി നിങ്ങൾ തുടങ്ങുന്ന പ്രഭാതങ്ങൾ, എന്തൊരു എനർജി ആയിരിക്കും നിങ്ങൾക്ക് എന്നാ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. വിഷയത്തിലേക്ക് വരാം. ഞാൻ സംസാരിക്കുന്നത് ചെറിയൊരു വിഷയത്തെ കുറിച്ചാട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങളോ വിയോജിപ്പുകളോ ഇഷ്ടക്കേടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഹൗ റീഡിങ് റീഡിഫൈൻസ് എ പേഴ്സൺ. റീഡിംഗ് എന്ന് പറയുന്ന ഹാബിറ്റ്, അല്ലെങ്കിൽ വായിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ എങ്ങനെ റീഡിഫൈൻ ചെയ്യുന്നത്, പുനർനിർവചിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ മൈക്ക് മ്യൂട്ടായോ? കേൾക്കുന്നില്ല മാം.
മാഡത്തിന്റെ റേഞ്ച് പോയതാ തോന്നുന്നു. ഒന്നും കാണുന്നില്ല. വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്കൊരു 2-3 മിനിറ്റ്. ഫോൺ നമ്പറിലോട്ട് ബന്ധപ്പെട്ടു ചിലപ്പോ റേഞ്ച് പോയത് അറിയുന്നുണ്ടാവില്ല, ക്ലാസ് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഇന്നലെ ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമുക്ക് അവരെ കണക്ട് ചെയ്യാൻ ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ ഈ ഒരു 10 മിനിറ്റ് മുമ്പാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത്. നമ്മളൊക്കെ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു. വേറെ നമ്മള് ജംഷീർ സാറ് ക്ലാസ് എടുക്കാന്നൊക്കെ പറഞ്ഞ് റെഡിയൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. ഇനി നോക്കാം, നമുക്ക് 2-3 മിനിറ്റ് കൂടെ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ജംഷീർ സാറിന്റെ ക്ലാസ് കേൾക്കാം. മാഡം ഹലോ, വരുമോ അസ്സലാമു നോക്കാം. അലൈക്കും. ഹലോ ഹലോ ഹലോ. തിരിച്ചു വന്നിട്ടുണ്ട് മാഡം. ഓക്കെ വരും. അത് വൈഫൈ കറണ്ട് പോയി എന്ന് പറഞ്ഞല്ലോ. കറണ്ട് പോയപ്പോ വൈഫൈയും പോയി. വൈഫൈ പോയപ്പോ എന്റെ ഫോൺ സ്റ്റക്ക് ആയി പോയി. ക്ഷമിക്കണം, അത് മറ്റൊരു വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ, നമ്മൾ അനുഭവിക്കാത്ത കുറേ ജീവിതങ്ങൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ എക്സ്പീരിയൻസസ്. ഒരു വീഡിയോ ഒന്ന് ഓണാക്കോ മാം? ഷുവർ. വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാലും എന്നെ കാണാനുള്ള കറണ്ട് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസസ് അത് എവിടുന്ന കിട്ടുക എന്നുള്ള കേട്ടോ എന്റെ ചോദ്യം. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മാർഗമാണ് എനിക്ക് തോന്നുക ഈ റീഡിങ് പറയുന്നത്. വളരെ മനോഹരമായി തുടങ്ങേണ്ടുന്ന ഒരു പ്രഭാതമായിരുന്നു അല്ലെ. സ്റ്റെക്കിലാണ്, നമുക്ക് വീണ്ടും തുടങ്ങാം. ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മള് അങ്ങനെ ആഗ്രഹിക്കുന്ന കുറെ സാധനം ഇത് എവിടുന്ന് കിട്ടും എന്നുള്ളതാ. കുറെ യാത്ര ചെയ്യാൻ ഭയങ്കര എക്സ്പോഷർ ഇല്ലാത്ത, അല്ലെങ്കിൽ വീടിനുള്ളിൽ തന്നെ ആയിപ്പോയ സാഹചര്യങ്ങളില്ലാത്ത മനുഷ്യന്മാർക്കൊക്കെ ഇതെങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും? അതിനുള്ള മാജിക്കാണ് യഥാർത്ഥത്തില് ഈ റീഡിംഗ് എന്ന് പറയുന്നത്. എന്തിനാ വായിക്കുന്നേ? പ്രത്യേകിച്ച് ഈ കഥ വായിക്കുന്നത് എന്തിനാ, നോവല് വായിക്കുന്നത് എന്തിനാ, അനുഭവങ്ങൾ വായിക്കുന്നത് എന്തിനാ, ആരെങ്കിലും എഴുതി വെച്ചതിന്റെ മുകളിൽ ഇങ്ങനെ സമയം കളയുന്ന എന്തിനാന്ന് പലരും ആലോചിക്കലില്ലേ? എന്തിനാന്നറിയോ? അത് നമുക്ക് തന്നെ വേണ്ടിയിട്ടാ. എന്ന് വെച്ചാല് നമുക്ക് ബെർണഡ് ബ്രത്തിന്റെ വാക്കില്ലേ, നമ്മള് ഒരു മനുഷ്യൻ ഒരു ജീവിതമായി ജീവിക്കുന്നു, വായിക്കുന്ന മനുഷ്യൻ കുറേ ജീവിതം ജീവിക്കുന്നു എന്ന്. അതെങ്ങനെയാ വായിക്കുന്ന മനുഷ്യന് കുറേ ജീവിതം എന്നറിയോ? ഒന്നാമത്, എഴുത്ത് നല്ലതാണെങ്കിൽ വായന നമുക്ക് ഭയങ്കര കണക്റ്റ് ചെയ്യും. എന്ന് വെച്ചാല് ഞാൻ ഒരു ഭിക്ഷക്കാരന്റെ ജീവിതം വായിക്കുമ്പോൾ എനിക്ക് ഭിക്ഷക്കാരന്റെ ജീവിതം അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതം അനുഭവിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ ഞാൻ നല്ലൊരു കാട് കണ്ടിട്ടില്ലാന്ന്. നമ്മൾ എത്രയോ കാടിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, പക്ഷെ കാടിന്റെ ഉള്ളിലെ വന്യത അറിയോ? അതിൻ്റെ ഉള്ളില് ജീവിക്കുന്ന മൃഗങ്ങളും മനുഷ്യന്മാരും, അതിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഇടവഴികള്, അവർ തമ്മിലുള്ള ബോണ്ടിങ്, സംഘർഷമല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ബോണ്ടിങ് ഈ സാധനം അറിയോ? എനിക്ക് തോന്നുന്നു ഞാൻ ഈ അടുത്ത് പൊനം എന്ന് പറയുന്നൊരു നോവൽ വായിച്ചിട്ടുണ്ട്. പൊനം വായിച്ചപ്പോ എനിക്കിങ്ങനെ തോന്നുക, പൊനത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കാണുന്നപ്പോ ഞാൻ വനത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കുക. അത്രയും അങ്ങനൊരു കാടിന്റെ ഉള്ളിൽ അയാൾ നമ്മളെ കൊണ്ടേയിടുക. ഏറ്റവും പെട്ടെന്ന് നമ്മളെല്ലാരും പറയലില്ലേ, നമ്മൾ ആടുജീവിതം വായിക്കുമ്പോൾ ഒരു കഥ. ആടുജീവിതം വായിക്കാത്ത മലയാളി ഉണ്ടാവുമെന്ന് എനിക്ക് സംശയം. അത്ര ലളിതമായി എഴുതപ്പെട്ട, എന്നാൽ അത്ര തീക്ഷ്ണതയുള്ള ഒരു കഥ. ഈ ആടുജീവിതം വായിക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നേ? ആടുജീവിതം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല്, നജീബും ജീവിതവും ത്യാഗവും ഇടങ്ങേറും ഒക്കെ ആണെങ്കിലും അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്തും കൂടി കിട്ടുന്നുണ്ട് അറിയോ? ഒരു നല്ല മരുഭൂമി കിട്ടുന്നുണ്ട്. ഒരു മരുഭൂമിന്ന്
പുറത്ത് കിടക്കുമ്പോൾ അവസാന ക്ലൈമാക്സിലില്ല, അയാൾ ഒരു വെള്ളം കൂടി, മരുഭൂമിയാണ്, ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഇതിൻ്റെ ഉള്ളിൽ കൂടി നജീബ് രക്ഷപ്പെട്ടു വന്ന് അവസാനം ഒരു പോയിന്റിലെത്തുക. അയാൾ രക്ഷപ്പെട്ടു. അങ്ങനെ കുറേ ദിവസങ്ങളായി ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് നജീബ് ഇങ്ങനെ അവസാനത്തിലെത്തി നിൽക്കുന്ന സമയത്ത് അയാൾക്ക് ഒരു വെള്ളം കിട്ടുന്ന പോയിന്റ് ഉണ്ട്. ഇതൊക്കെ കൂടി വായിലേക്ക് കമിഴ്ത്താൻ അയാൾക്ക് തോന്നും. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഹലോ മാം. ആസിഡിന്റെ എഫക്റ്റ് ഉണ്ടാവുന്ന ഒരു സമയത്തെ കുറിച്ച് നമ്മൾ അറിയും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വടിയുടെ നിഴലിന് തണലിന്റെ ആയുസ് ഉണ്ടാവുന്ന ഒരു സമയത്തെ കുറിച്ച് അറിയാം. ഇത് ഞാൻ പറയുന്ന അനുഭവങ്ങളാണ്. നമ്മൾ എന്ത് സാധനമാണെങ്കിലും ഒരു പുതിയതായിട്ടൊരു നല്ലൊരു റീഡിങ് ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് നല്ലൊരു അനുഭവമാണ്. ആ സാധനം നമ്മൾ റീഡിഫൈൻ ചെയ്യുക. ഞാൻ മണൽക്കാറ്റിലൂടെ സഞ്ചരിച്ചു, ഞാൻ പറഞ്ഞ പോലെ വനത്തിലൂടെ സഞ്ചരിച്ചു, ഞാൻ നല്ലൊരു യാത്രാക്കുറിപ്പ് വായിക്കുമ്പോൾ യൂറോപ്പിലൂടെയോ US-ലൂടെയോ ചരിത്രത്തിലൂടെയോ ഒക്കെ സഞ്ചരിച്ചു. ഈ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റൊരു തലത്തിൽ നമ്മൾ വലിയ എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ റീഡിങ് നമുക്ക് വളരെ എളുപ്പത്തിൽ തരുന്നു, ചരിത്രത്തെ കുറിച്ച് തരുന്നു. അപ്പൊ ഞാൻ പറയുന്ന ലെയർ ഉണ്ടാക്കുന്ന എന്താ നിങ്ങൾക്ക് തരികയെന്ന് ചോദിച്ചാൽ അത് ലെയർ അനുഭവങ്ങൾ തരും. ഒന്നാമതായിട്ട് വൈ യു റീഡ് എന്നുള്ള ചോദ്യത്തിന് അത് അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത്. രണ്ടാമത് വൈ യു റീഡ് എന്നുള്ള ചോദ്യത്തിന് അത് ലെയറുകളാണ് തരുന്നത്. നല്ലൊരു എമ്പതിന്റെ ഒരു മനുഷ്യൻ എന്നുള്ള രൂപത്തിൽ ഞാൻ അനുഭവിക്കുന്ന ജീവിതം മാത്രമാണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന എൻ്റെ കെട്ടുകഥയിൽ നിന്ന് ഞാൻ മോചിതയാവുകയും അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ വായിച്ച എല്ലാ ജീവിതങ്ങളും എൻ്റെതാവുകയും ചെയ്യുന്നൊരു പോയിന്റ് ഇല്ലേ, അതെനിക്ക് ലെയർ തരും, ഭയങ്കര ലെയർ തരും. ഞാനാരാ, ഞാൻ ശരിയാവും. അതിന്റെ അപ്പുറത്തേക്ക് അത് ഭയങ്കര ലിമിറ്റഡ് പോയിന്റ് അല്ലേ. ഞാൻ എന്താ ജീവിച്ചേ, ഞാൻ രാവിലെ നീച്ച് സ്കൂളിൽ പോയൊരു ജീവിതം ജീവിച്ചു. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഇതറിയുമ്പോഴേ എനിക്ക് നല്ല ജീവിതങ്ങൾ കിട്ടുന്നുള്ളൂ. എന്ന് വെച്ചാല് അതെന്തിനെ കുറിച്ചാവാം, അത് ദസ്തയേവ്സ്കി ആവാം, അല്ലെങ്കിൽ പിന്നെ ഏറ്റവും ചെറുതായിക്കൊണ്ട് നമ്മൾ വായിക്കുന്ന ഏത് പുസ്തകവും ആയിരിക്കാം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നിട്ടറിയാം ലെയർ കിട്ടും, ഒരു എമ്പതിന്റെ ഒരു ലെയർ കിട്ടും. നമ്മൾക്ക് അറിയാവുന്ന ഒരു വേദനയെ കുറിച്ച് മാത്രമേ നമുക്കൊരു എമ്പതി ഉണ്ടാവുള്ളൂ. ഇപ്പം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ലോകം മുഴുവൻ യുദ്ധത്തെ കുറിച്ച് വലിയ രൂപത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ആ യുദ്ധത്തില് കുട്ടികൾ മരിക്കുന്ന എന്ന് വെച്ചാൽ ഏറ്റവും പോയിന്റ് ടു പോയിന്റ് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന യുദ്ധ സാമഗ്രികളുള്ള കാലത്ത് ഒരു ഖമനേയിനെ തന്നെ കറക്റ്റ് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യുദ്ധ സാമഗ്രികളുള്ള ലോകത്ത് അറിയാതെ അല്ലല്ലോ നമ്മുടെ യുദ്ധത്തിൽ സ്കൂളുകളൊന്നും തകർന്നു പോകുന്നത്. സ്കൂളുകളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് ഒക്കെ ഈ മിസൈലുകൾ, ബോംബുകൾ അടുക്കുന്നത് അറിയാതെയോ ആകസ്മികമായ ആക്സിഡന്റലിയോ ഒന്നും അല്ലല്ലോ. അതെങ്ങനെയാ? അത് കറക്റ്റ് ഉദ്ദേശത്തോടു കൂടി തന്നെയാണല്ലോ. ആ ഉദ്ദേശം ഉണ്ടാവുന്ന സമയത്ത് യുദ്ധം ഉണ്ടാവുന്നു എന്നൊരൊറ്റ പോയിന്റില് നമ്മൾ ആ വികാരത്തെ നിർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിർത്താൻ പറ്റുകയാണെങ്കിൽ, അതെന്തുകൊണ്ടാ അറിയോ? അത് നമുക്ക് ആ യുദ്ധത്തിന്റെയോ കുഞ്ഞുങ്ങളുടെയോ വേദനയോ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രശ്നം എന്താന്ന് മനസ്സിലാവാത്തോണ്ട്. ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാവുന്നു, ഇപ്പൊ വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ചരിത്രത്തെയോ അല്ലെങ്കിൽ വാർത്തയെയോ സമീപിക്കുമ്പോൾ അത്രേ ഉള്ളൂ. ഒരു സ്ഥലത്ത് യുദ്ധം ഉണ്ടാവുന്നു, US-ഉം പിന്നെ ഇസ്രായേൽ ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഇറാൻ അപ്പുറത്ത് നിൽക്കുന്നു, നടുവില് മിഡിൽ ഈസ്റ്റ് നിൽക്കുന്നു, ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാവുന്നു എന്ന് പെട്ടെന്ന് നമുക്ക് വായിക്കാം. പക്ഷെ വേദന അറിയാവുന്ന ഒരാൾക്ക്, വായന അറിയാവുന്ന ഒരാൾക്ക് അങ്ങനെ വായിക്കാൻ പറ്റില്ല. അയാൾക്ക് ആ ഓരോ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും നമുക്ക് വേദന അനുഭവപ്പെടും. ആ വേദന അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാ? നമ്മള് ഏറ്റവും ചെറുതു മുതലേ ഇവരുടെ വേദന അനുഭവിക്കുന്നവരായതുകൊണ്ടാ. ആ വേദന അനുഭവിക്കുന്നത് നമ്മളെ മേത്ത് വന്ന് വീണ മിസൈൽ ആയതുകൊണ്ടല്ല. നമ്മള് ചെറുപ്പത്തിലെ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പൊക്കെ വായിച്ച് വളർന്ന മനുഷ്യരായതുകൊണ്ട് ഒരു മനുഷ്യൻ ഒറ്റപ്പെടുമ്പോ, യുദ്ധത്തിൽ അകപ്പെടുമ്പോ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഭീതിയെക്കുറിച്ച്, ഭീകരതയെക്കുറിച്ച് അറിവുള്ള മനുഷ്യരാവുന്നുണ്ട്. അത് നമുക്ക് അനുഭവപ്പെടും.
അപ്പം വായന നിങ്ങൾക്ക് എന്ത് തരുന്ന ചോദ്യത്തിന് വേദന തരുന്നു എന്ന് പറയാൻ തെറ്റൊന്നുമില്ല. പക്ഷെ ആ വേദന മാനവികതയുടെ വേദനയാണ്. ആ വേദന അല്ലെങ്കിൽ ആ മാനവികത എന്നൊക്കെ പറയുന്നത് നിങ്ങളെ മറ്റൊരു സിലബസും പഠിപ്പിക്കൂല. ഒരുപക്ഷെ അത് ഇവിടുത്തെ ഒരു സാമൂഹ്യ ബോധമൊക്കെ ചിലപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചേക്കാം. പക്ഷെ അതിലും തീക്ഷ്ണമായിക്കൊണ്ട് ആ വേദന അല്ലെങ്കിൽ ആ മാനവികത നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്ന യഥാർത്ഥത്തിൽ ഒരു പുസ്തകത്തിനായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ളൊരു നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ധാർമ്മികത നിശ്ചയിക്കപ്പെട്ട ഒരു രാജ്യമാണല്ലോ നമ്മുടെ ഇത് ഇന്ത്യൻ ഭരണഘടന. എല്ലാം അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് പുസ്തകത്തിൽ അധിഷ്ഠിതമാണ്. ആ പുസ്തകം വായിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് എന്തു ആവാം, പക്ഷെ അതിന്റെ ആത്മാവ് അറിയൂല. ആത്മാവ് അറിയുന്ന മനുഷ്യന്മാർക്ക് മാത്രമേ അതിൽ അങ്ങനത്തെ മനുഷ്യന്മാരിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷയുള്ളൂ. അതുകൊണ്ട് പ്രശ്നമുണ്ടോന്നല്ല, നിങ്ങൾ വായിക്കാണ്ടിരിക്കാം, അറിയാണ്ടിരിക്കാം, ഞാനായിരിക്കാം, അതുകൊണ്ട് പ്രശ്നമുണ്ടോ? പ്രശ്നമല്ല. അത് വ്യക്തിപരമായി നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് ആത്മാവുണ്ടോള്ളൂ. ആ ആത്മാവുള്ള മാനവികതയുള്ള മനുഷ്യന്മാര് ലോകത്തിന് ആവശ്യം. അതുകൊണ്ട് റീഡ് ചെയ്യുക അല്ലെങ്കിൽ പുസ്തകം വായിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഹൗ റീഡിങ് റീഡിഫൈൻസ് യുവർ ലൈഫ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഗിവ്സ് ലെയേഴ്സ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന് ലെയർ തരും. ഇങ്ങനെ ഇങ്ങനെ കുറേ സാധനമായിട്ട് നിങ്ങൾ എന്താന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരത്തിനൊരു ഒറ്റ ബ്ലാങ്ക് ഉത്തരത്തിനപ്പുറത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ലെയർ ആക്കി വെക്കും. അതാണ് ഈ പറഞ്ഞ എമ്പതിന്റെ ലെയർ, സ്നേഹത്തിന്റെ ലെയർ. ഭയങ്കര സ്നേഹം, എന്തൊരു പ്രേമം. നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു പ്രണയം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക. അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല, പക്ഷെ പ്രശ്നം നല്ലൊരു പ്രണയം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കാം. നല്ലൊരു പ്രണയകഥ വായിച്ചാൽ മതി. നമ്മള് ഫോറെവർ കാമുകനോ കാമുകിയോ ആയി ജീവിക്കാൻ നല്ലൊരു പ്രണയകഥ മതിയാവും എന്നെനിക്ക് തോന്നുന്നു. അതിന് ഈ AI കാലത്ത് നമ്മൾ പറയുന്ന പോലെ മറ്റൊരു മനുഷ്യന്റെ പോലും ആവശ്യമില്ലാത്ത വണ്ണം നമ്മളൊരു വശ്യതയിൽ കൊണ്ടു നിർത്തുന്ന എത്രയധികം കഥകളുണ്ട് നമുക്ക്. എത്രയോ അധികം. അത് എടുത്തു പറയാത്തത് എല്ലാം ഒന്നിനൊന്ന് വെച്ചായതുകൊണ്ട് നമ്മള് അങ്ങനത്തെ ഫാന്റസികളിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് അത്ര ഭംഗിയായിട്ട് തോന്നുന്നത്. ഈ റീഡിങ്ങിന്റെ അപ്പുറത്തേക്ക് മുമ്പ് നമുക്ക് കഥ പറഞ്ഞു തരാൻ നല്ല ഉമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവര് പറഞ്ഞിട്ടായിരിക്കും നമ്മള് മറ്റേ ബദ്രുൽ മുനീർ ആരാണ് അല്ലെങ്കിൽ ഹുസ്നുൽ ജമാൽ ആരാണ് ആ പാട്ടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവുക പണ്ട്. പക്ഷെ ഇപ്പൊ ആ കഥ പറഞ്ഞു തരാനുള്ളൊരു സ്പേസ് കുറച്ചുകൂടി വേക്കന്റ് ആയതുകൊണ്ട് കൂടി നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പം നല്ലൊരു പ്രേമം വായിക്കുമ്പോൾ നമ്മൾ ഭയങ്കര തരളിതരാവുന്നത് അത് നല്ലൊരു ഇമോഷനാ. അത് നമുക്ക് അനുഭവിക്കാൻ നല്ലൊരു വായന മതി എന്നാ ഞാൻ പറയുന്നത്. നല്ല കുസൃതി തരങ്ങൾ അനുഭവിക്കാൻ സ്വന്തം കുഞ്ഞുങ്ങളെ ലാളിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതുപോലത്തെ കുഞ്ഞുങ്ങള് നമുക്ക് ഒരുപാട് കിട്ടും. ഞാൻ ഒറ്റ ഉദാഹരണം കൂടി പറയാട്ടോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകമുണ്ട്, ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഉണ്ടല്ലോ. ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനകത്ത് റാഹേലും എസ്തേയും 2 കഥാപാത്രങ്ങളുണ്ട്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. പക്ഷെ എന്നാൽ പോലും അതിനകത്ത് റാഹേലും എസ്തേന്റെയും ചെറിയ പ്രായത്തിലെ കുറെ കുസൃതി തരങ്ങളുണ്ട്. ഞാൻ ആ വായിക്കുന്ന കാലത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ വളരെ സ്ലോ ആയിട്ട്, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് വായിക്കുന്ന ബുക്കാട്ടോ. ഒരു ദിവസം ഒരു പേജ് വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു തമാശ ഉണ്ടെങ്കിൽ അന്നേ ദിവസം മുഴുവൻ ഒരു ഭയങ്കര എനർജിയാട്ടോ. എന്ത് എനർജിയാ അത്! അവരുടെ കളി കണ്ടതിന്റെ അവരുടെ കളിയിൽ ഞാൻ പങ്കെടുത്ത പോലെ, അവരുടെ കുസൃതി തരങ്ങൾ ഞാൻ അനുഭവിച്ച പോലെ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം. ആ സന്തോഷം തരാന് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളില്ലെങ്കിലും അവരെ കട്ടിൽ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിലും അത് ഇവര് തരും. നല്ല ബാലസാഹിത്യം. ഞാനിപ്പോ എപ്പോഴും വിചാരിക്കും കേട്ടോ, വലിയ ആൾക്കാർ വലിയ പുസ്തകം വായിക്കുക, വലിയ ചരിത്രം വായിക്കുക, വലിയ ഫിക്ഷൻ വായിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ബാലസാഹിത്യമൊക്കെ വായിച്ചു വെക്കണം. ഭയങ്കര എളുപ്പമായിട്ടൊക്കെ തോന്നുന്നേ, പക്ഷെ ബാലസാഹിത്യം ഭയങ്കര രസാ. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഭാഷയില്ലേ, അവർക്ക് വേണ്ടി എഴുതപ്പെട്ട ശൈലികൾ, ആ ശൈലി ഭയങ്കര രസാ. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാല് എന്താ പറയാ അത് നമ്മൾ ശരിക്കും ലൈറ്റൻ ചെയ്യും. നമ്മളിത് ഇത് ഒരു ഒറ്റ 5 മിനിറ്റ് കൊണ്ട് വായിച്ച് തീരാവുന്ന ഒരു പുസ്തകമായിരിക്കും. പക്ഷെ നിർബന്ധമായിട്ട് ഈ ബാലസാഹിത്യം നമ്മൾ ഈ സമയത്ത് വായിക്കണം. ഈ ഗുണപാഠ കഥകൾ അതൊക്കെ ഭയങ്കര രസാ. നമ്മൾ മറന്നുപോയ കുറേ പോയിന്റിനെ, കുറെ ലൈഫ് സ്കില്ലിനെ
ആരെ ഓർമ്മിപ്പിക്കാന്നറിയോ? ഒരു 10-60 വയസ്സോ ആയിക്കോട്ടെ, ഒരു 10-40 വയസ്സായിക്കോട്ടെ, നിങ്ങളൊരു ഗുണപാഠ കഥ വായിച്ചോക്കൂ, ബാലസാഹിത്യം വായിച്ചോക്കൂ. അത് പെട്ടെന്ന് നിങ്ങൾക്കൊരു ഒരു വാല്യൂനെ തരും. ഏറ്റവും ചെറുതായിട്ട് ആർക്കാ വായിക്കാൻ പറ്റാത്ത ഒരു 5-10 പേജുള്ള ഒരു കഥയായിരിക്കും. അതാർക്കാ വായിക്കാൻ പറ്റാത്ത. പക്ഷെ അത് നിങ്ങൾക്ക് എന്തേലും അറിയോ? പെട്ടെന്ന് നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ് കേട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനല്ലേ, ഇതൊക്കെ ഒറ്റ 5 മിനിറ്റ് കൊണ്ട് കിട്ടുന്നേ. അപ്പൊ ആ സാധനം ഞാൻ അതാ പറയുന്നത്. അത് നിങ്ങളെ റീഡിഫൈൻ ചെയ്യും. നിങ്ങൾ ആരാണ് എന്നതിൽ നിന്ന് കവിഞ്ഞ്, അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ സ്റ്റൈലിലുള്ള, ഒരേ യൂണിഫോമിലുള്ള, ഒരേ ചിന്തകളിലുള്ള നമ്മൾ എന്നതിനപ്പുറത്തേക്ക് കുറേ ലോകം തരും. കുറെ ലോകം തരും. അത് ഓരോ പുസ്തകം എടുത്ത് നോക്കുമ്പോ, ഇപ്പൊ ഞാനിങ്ങനെ വെറുതെ നോക്കുമ്പോ ഇപ്പുറത്ത് കുറെ ബുക്ക് ഉണ്ട് കേട്ടോ. അപ്പം ഈ സാധനം എന്ത് തരും എന്ന് പറയാൻ വണ്ണം ഒറ്റ ഉദാഹരണം പറയട്ടെ, ഞാൻ ഓവറാക്കെന്ന് വിചാരിക്കരുത്. ഇതേ വായിച്ചിട്ടില്ല, വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ത്യ എന്ന ആശയം, ഇതാണ് ഇപ്പൊ എന്റെ മുന്നിലുള്ള ഒരു പുസ്തകം. ഇന്ത്യ എനിക്ക് അറിയായൊന്നുമില്ല. മറ്റേ സിനിമയില് യേശു നമ്മളെ ആളല്ലേ എന്ന് ചോദിച്ച പോലെ ഇന്ത്യ നമ്മളെ സ്വന്തം ആളാണല്ലോ. ഇന്ത്യയെ ഞാൻ ഇനി പഠിച്ചിട്ട് വേണോ? പക്ഷെ നിങ്ങൾക്ക് അറിയോ, അല്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഏറ്റവും പഠിക്കേണ്ട ഒരു സാധനമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ വിചാരിച്ചതിലപ്പുറത്തേക്ക് ഡെപ്ത് ഉള്ള ഒരു കാര്യമാണ് ഇപ്പൊ പഠിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ്. അപ്പം ഇന്ത്യ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചാൽ മാത്രം എനിക്ക് മനസ്സിലാവുന്ന ഒരു വസ്തുതയാണിപ്പോ. ഇറ്റ് വിൽ റീഡിഫൈൻ മീ എന്നുള്ളത്. ഞാനിപ്പോ വിചാരിക്കുന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു കൾച്ചർ, അതിൻ്റെ ഒരു ഇന്റഗ്രേഷൻ എന്നുള്ള പോയിന്റ് എന്റെ വായനയിലൂടെ മാത്രം എനിക്ക് പുനർനിർവചിക്കാവുന്ന, അല്ലെങ്കിൽ എത്തിച്ചേരാവുന്ന ഒരു പോയിന്റ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതന്നെയാണ് അത്രേ ഉള്ളൂ. എനിക്ക് ഈ മനോഹരമായ ഒരു പാദത്തിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോ പുസ്തകങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് ഒരുപാട് കഥകളാവും. ആ ഒരുപാട് കഥകൾക്ക് അപ്പുറത്തേക്ക് ഇന്ന് എനിക്ക് തരാനുള്ള ഒരു പോയിന്റ് ഇത് മാത്രമാണ്. റീഡ് എനിത്തിങ് എവറി ഡേ. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എല്ലാ ദിവസവും വായിച്ചുകൊണ്ടിരിക്കും. ഈ കാലത്തുള്ള ഒരു മനുഷ്യനും വായിക്കാതെ ഒരു ദിവസവും കടന്നു പോകുന്നില്ല. ഒരു ബസ് സ്റ്റോപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകം മുതൽക്ക് അങ്ങോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഇഷ്ടം പോലെ വാചകങ്ങൾ മുതൽക്ക് അങ്ങോട്ട് നമ്മൾ എന്നും വായിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനല്ല, യൂസ്ഫുൾ ആവുന്ന ഒരു പേജെങ്കിലും ഒരു ദിവസം വായിക്കാൻ ശ്രമിക്കുക. ആ ഒരു പേജ് ഒറ്റ ദിവസം മതി കേട്ടോ. ഞാൻ ഒരു 10 ദിവസം നിങ്ങൾ നോക്കൂ. 10 ദിവസം യൂസ്ഫുൾ ആവുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ചരിത്രത്തിലേക്കൊന്നും പോണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. തുടക്കത്തിൽ ലൈറ്റ് ആയിട്ടുള്ള ചെറിയ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വികാരത്തെ നിങ്ങൾ വായിച്ചു തുടങ്ങുക. ആ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒറ്റ പേജ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു കണ്ടന്റഡ് ഫീൽ എന്താണെന്നുള്ളത്. ആ 10 ദിവസം കൊണ്ട് 10 പേജ് മതി. പക്ഷെ അത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അത് പല രൂപത്തിൽ. ഒരു ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറയാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആളൊന്നുമല്ല ഞാൻ കേട്ടോ. പക്ഷെ എന്നാ പോലും വായിക്കുന്നവരും വായിക്കാത്തവരും എഴുതുന്നവരും വളരെ കഴിവുറ്റവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു മിക്സഡ് ഗ്രൂപ്പാണിത്. നമുക്ക് ഏകദേശം 150 ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നുട്ടോ. അത്രയും ആളുകൾ നമ്മൾ ഇരുന്ന് സംസാരിക്കാം. ഞാൻ നിങ്ങളെ കാണുന്നില്ല എന്നല്ലേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഭയങ്കര ഡെപ്തുള്ള കുറെ മനുഷ്യന്മാരല്ലേ, നന്നായി എഴുതുന്നതും വായിക്കുന്നൊക്കെ ആയിട്ടുള്ള കുറെ ആൾക്കാരെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. എന്നാലും ഞാൻ എല്ലാവരോടും കൂടി പറയാണ്, നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു പുസ്തകം ഇതുപോലെ എല്ലാ ദിവസവും. ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു ചലഞ്ച് ഒരു 30 പേജ് എന്നൊക്കെ കേട്ടോ. അങ്ങനെ പല ഏതെങ്കിലും എത്ര പേജും ആയിക്കൊള്ളട്ടെ, ഒരാഴ്ച പതിപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നോവലോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എടുക്കുക. എല്ലാ ദിവസവും വായിക്കാൻ ശ്രമിക്കുക. ആ വായന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ അനുഭവിച്ചറിയുക. അത് നിങ്ങൾക്ക് വേദനകളും സ്നേഹവും സഹാനുഭൂതിയും കരുണയും ഒക്കെ നൽകും. ഇതൊക്കെ നൽകും. നിങ്ങളുടെ ജീവിതത്തെ റീഡിഫൈൻ ചെയ്യാൻ ആ ഒരു ഹാബിറ്റ് വളരെയധികം സഹായിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമുള്ള ഒരു മോർണിംഗ് ആണ്, ഭയങ്കര രസമുള്ള ഒരു രാവിലെയാണ്. പ്രത്യേകിച്ച് ഒരു നോമ്പ് സീസൺ കൂടിയാണ്. എല്ലാവർക്കും ഭയങ്കര എന്താ പറയാ, അടിപൊളി ഇമോഷൻസ് ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു.
അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഞാൻ ഇവിടെ വന്നതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ അത്ര പ്രിപ്പയർഡും അല്ല. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ഈ രാവിലെ ഒരു 150 ആൾക്കാർ നമ്മൾ തമ്മിലിരുന്ന് സംസാരിക്കുന്നു എന്നുള്ളത്. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പം കൂടുതലായിട്ടൊന്നുമില്ല, ഒട്ടും ഫോർമാലിറ്റീസ് ഇല്ല. ഫെബിനയ്ക്കും സിജിക്കും നന്ദി. നിങ്ങളുടെ ഉദ്യമം തുടർന്ന് പോകട്ടെ. സാധിക്കുന്നിടത്തോളം ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ ഞാനും ശ്രമിക്കുന്നു മാത്രം പറയുന്നു. അപ്പം താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ ചിന്തകളുടെ ചക്രവാളത്തെ ഇത്രമേൽ വികസിപ്പിച്ച അറിവിന്റെ നിലാവ് പോലുള്ള ഈ സദസ്സിന് നന്ദി പറയുക എന്നുള്ളത് വാക്കുകൾ കൊണ്ട് മാത്രം സാധ്യമായ ഒന്നല്ല. വായന വെറുമൊരു ശീലമല്ല, മറിച്ച് അത് നമ്മുടെ ആത്മാവിന്റെ വിലാസത്തെ മാറ്റി എഴുതുന്ന ഒരു മറുപുറമാണെന്ന് നാം എല്ലാവരും തിരിച്ചറിഞ്ഞു. വായന ഒരു മനുഷ്യനെ എങ്ങനെ റീഡിഫൈൻ ചെയ്യുന്നു അഥവാ പുനർനിർവചിക്കുന്നു എന്ന് ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളിലേക്ക് എത്തിച്ചതിന് ആദ്യമേ സ്നേഹം അറിയിക്കട്ടെ. സംസാരത്തിനിടയില് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളെ മെൻഷൻ ചെയ്തപ്പോൾ ഈ കലുഷിതമായ സാഹചര്യത്തില് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാവുന്ന ചിന്തകളെ ആ വായന എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നും, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഒരാളുടെ മരണത്തെ കൊതിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ എവിടെയൊക്കെയോ നമ്മൾ ഇപ്പോഴും വായിച്ചു തീർന്ന കഥാപാത്രങ്ങളായി അവശേഷിക്കുന്നു എന്നുകൂടിയുള്ള ഒരു തിരിച്ചറിവാണ്. പലപ്പോഴും അല്ലെങ്കിൽ ഇന്നും ഇന്നലെയും ആയിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരാളുടെ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളുടെ മരണം എവിടെയൊക്കെയോ കൊതിക്കുന്നുണ്ട് ആരൊക്കെയോ. ആ കൊതിക്കുന്നതിന്റെ പിന്നിലൊക്കെയുള്ള ചരിത്രങ്ങളിലേക്കോ അനുഭവങ്ങളിലേക്കോ ഒക്കെ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ ഒരു പക്ഷേ കുഞ്ഞുനാളിൽ എപ്പോഴൊക്കെയോ വായിച്ചു പോയ യുദ്ധക്കെടുതികളുടെയും അല്ലെങ്കിൽ യുദ്ധമുഖങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ നമ്മുടെ ഉള്ളിൽ അത്രത്തോളം പതിഞ്ഞതിന്റെ ഒരു ഭാഗം കൂടി ആയിരിക്കാമെന്ന് തീർച്ചപ്പെടുത്തുന്നു. പുസ്തകങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പുസ്തക താളുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ജീവന്റെ തുടിപ്പുകളെ തൊട്ടുണർത്തുന്നതായിരുന്നു ഇന്നത്തെ സംസാരം. ഒരു പുസ്തകം വായിച്ചു തീരുമ്പോൾ നാം പഴയ ആളല്ലാതാകുന്നു എന്ന സത്യം അങ്ങയുടെ വാക്കുകളിലൂടെ ഒരിക്കൽ കൂടി ഞങ്ങൾ അനുഭവിച്ചു. ഈ സന്ദർഭത്തില് ലോക പ്രശസ്ത എഴുത്തുകാരൻ ഫ്രാൻസ് കാഫ്കയുടെ ഒരു വരികൾ ഓർത്തു പോകുന്നു. നമ്മുടെ ഉള്ളിലെ തണുത്തുറഞ്ഞ കടലിനെ ഉടയ്ക്കുന്ന ഒരു മഴുവായിരിക്കണം ഒരു പുസ്തകം. അങ്ങയുടെ വാക്കുകൾ ഇന്ന് ആ മഴുവിനെ പോലെ ഞങ്ങളുടെ ചിന്തകളിലെ നിശ്ചലതയെ ഭേദിച്ചിരിക്കുന്നു. മറ്റൊരാളുടെ അനുഭവം സ്വന്തം അനുഭവമാക്കി മാറ്റുന്ന, അപരിചിതരായ മനുഷ്യരെ ആത്മമിത്രങ്ങളാക്കി മാറ്റുന്ന, പ്രകൃതിയെ നമ്മോട് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നയൊക്കെ ആ വായനയുടെ അക്ഷരങ്ങളുടെ മാന്ത്രികതയെ അത്രത്തോളം മനോഹരമായി ഈ പ്രഭാതത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞതുപോലെ വായന ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നു, ചർച്ച അവനെ സന്നദ്ധനാക്കുന്നു, എഴുത്ത് അവനെ സൂക്ഷ്മതയുള്ളവനാക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണതയിലേക്ക് നയിച്ചതിന്, വായനയുടെ ലോകത്തേക്ക് ഓരോരുത്തരെയും വഴി നടത്തിയതിന്, ആ ദർശനങ്ങൾക്ക്, ഈ സാർത്ഥകമായ നിമിഷങ്ങൾക്ക് 1000 നന്ദി. ഈ പ്രോഗ്രാമിന്റെ ഡയറക്ടർ ശ്രീമതി നൂസിയ മാഡം, ടീം ഇൻചാർജിലുള്ള തോളോട് തോൾ ചേർന്ന് നിരന്തരം, ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് അതിൽ നന്ദി പറയാനുള്ളത് ജംഷീർ സാറിനോടാണ്. കാരണം മാമിനെ ലൈനിൽ അവൈലബിൾ അല്ല എന്ന് തോന്നിയപ്പോ അതിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന കുറെ സൗഹൃദങ്ങള്, ചങ്കുകള് എന്ന് തന്നെ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പറയാം. അവര് തരുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജിയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിനെ നിരന്തരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സഹായമാകുന്നത്. കാരണം ഇത് ഒരാളെ കൊണ്ടോ രണ്ടാളെ കൊണ്ടോ ഒന്നും മാത്രം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു ടീമായി വരുമ്പോൾ കിട്ടുന്നതിന്റെ ഒരു സന്തോഷവും സമാധാനവും ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് നജ്മ മാമിന് നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഹൃദയം കൊണ്ട് ജംഷീർ സാറിനും കൂടി നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഡിവിഷൻ പ്രോഗ്രാമിന്റെ മുഴുവൻ ശ്രോതാക്കൾക്കും ഹൃദയഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് താങ്ക് യു ഓൾ. നാളെ പുതിയൊരു വിഷയവുമായി പുതിയൊരു അതിഥിയുമായി നമുക്ക് കാണാമെന്ന പ്രതീക്ഷയോടെ.